ഗൈസ് റീസെൻ്റ്ലി ഞാൻ ഒരു ട്രെൻഡ് കമൻറ്റ് സെക്ഷനിൽ കാണുന്നുണ്ടായി. അതായത് ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ 5000 mAh ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ ബ്രോ ഈ പ്രൈസിന് 6000 mAh എങ്കിലും കൊടുക്കണമായിരുന്നു. ഇനി 6000-ന് ഇറങ്ങിയാലോ ഈ പ്രൈസിന് 7000 mAh എങ്കിലും കൊടുക്കണമായിരുന്നു. ഇത് കാണുമ്പോഴാണ് എനിക്കൊരു കൗതുകം തോന്നിയത്. എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല? അതായത് 2026 പോലും ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്, 7000 mAh സിലിക്കൺ കാർബൺ ബാറ്ററി ഉണ്ടോ, അതാണ് 5000 mAh ലിഥിയം ബാറ്ററിനേക്കാളും അടിപൊളി, അതാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നതെന്ന്. ഇത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ആൻഡ് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് അവർ mAh മാത്രമാണ് പുറത്തുവിടുന്നത്. ആൻഡ് ഈ ഒരു തെറ്റിദ്ധാരണയാണ് പല ബ്രാൻഡുകളും ഇപ്പോഴും നിങ്ങളെ ചൂഷണം ചെയ്ത് സൈക്കോളജിക്കലി നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. കാരണം നമ്മൾ പണ്ട് തൊട്ടേ കേട്ട് വളർന്നിരിക്കുന്ന കാര്യം എന്താണ്, ഒരു 10000 mAh ബാറ്ററി ഉള്ള പവർ ബാങ്ക് മേടിച്ചാൽ 5000 mAh ഉള്ള ഫോണിന് 2 വട്ടം ചാർജ് ചെയ്യാൻ പറ്റും. ഇനി 20000 mAh ഒരു പവർ ബാങ്ക് മേടിച്ചാലോ 5000 mAh ബാറ്ററി ഉള്ള ഫോൺ നിങ്ങൾക്ക് 4 വട്ടം ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ സിലിക്കൺ കാർബൺ ബാറ്ററി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല വർക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു 5000 mAh ലിഥിയം അയോൺ ബാറ്ററി ഉള്ള ഒരു ഫോൺ എടുത്തു. അതേ 5000 mAh ഉള്ള കുറച്ചുകൂടി വളരെ സ്ലിം ആയിട്ടുള്ള ഒരു സിലിക്കൺ കാർബൺ ബാറ്ററി ഉള്ള ഒരു ഫോണും എടുത്തു. ഈ രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ബാറ്ററി ഒരേപോലെ ലാസ്റ്റ് ചെയ്യുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ലിഥിയം അയോൺ ബാറ്ററീസിന്റെ ഡിസ്ചാർജ് കർവ്, അതായത് ബാറ്ററി ഇങ്ങനെ കുറഞ്ഞു വരുന്ന ആ ഒരു കർവ്, അത് വളരെ സ്റ്റഡിയാണ്. അതായത് 100%-ൽ നിന്നും 0%-ലേക്ക് പോകുന്നത് ഇങ്ങനെ സ്റ്റഡി ആയിട്ടാണ്. മറിച്ച് സിലിക്കൺ കാർബൺ ബാറ്ററീസ് ഒരു ഹൈ ഡെൻസിറ്റി ബാറ്ററിയാണ്. ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 100% മുതൽ ഒരു 40% വരെ ഇങ്ങനെ പതുക്കെ ഇറങ്ങിപ്പോരും. 40-ന്ന് 0-ലേക്ക് ചടേ എന്ന് പറഞ്ഞ് ഇറങ്ങും. അതായത് ഒരു 1000 mAh ലിഥിയം അയോൺ ബാറ്ററി എടുത്താൽ അത് ഇത്രയും ഉണ്ടെങ്കിൽ അതേ 1000 mAh സിലിക്കൺ കാർബൺ ബാറ്ററി ഇത്രയും ഉണ്ടാവുള്ളൂ. കാരണം എനർജി ഡെൻസിറ്റി കൂടുതലാണ്. പക്ഷേ ഈ സിലിക്കണിന്റെ ഏറ്റവും വലിയ പ്രശ്നം, എനർജി കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിലും എനർജി അഥവാ ചാർജ് കയറുന്ന സമയത്ത് 300% വരെ അതിന്റെ സൈസിൽ നിന്നും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇതൊരിക്കലും ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്ത് വെക്കാൻ പറ്റുന്ന ബാറ്ററിക്ക് പറ്റിയൊരു പരിപാടിയല്ല. അപ്പോൾ ഈ സിലിക്കണിന്റെ എക്സ്പാൻഷൻ കുറയ്ക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഇവർ ഈ സിലിക്കണിനെ കാർബൺ വെച്ച് മിക്സ് ചെയ്യുന്നത്. ആൻഡ് വേറെ പല ഇലക്ട്രോലൈറ്റ്സ് വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു വീർക്കലും ചുരുങ്ങലും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ചാർജ് കയറുമ്പോൾ അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കുമ്പോഴാണ് ഇത് മാക്സിമം വീർക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു ബാറ്ററിക്ക് 7000 mAh ഉണ്ടെങ്കിലും ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ഈ ബാറ്ററിയുടെ ചുറ്റും ഒരു മെറ്റൽ കേസിംഗ് കൊടുക്കുക. കൂടാതെ ഓൺ പേപ്പർ 7000 mAh ഉണ്ടെങ്കിലും ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് മാക്സിമം 6000 mAh ഒക്കെ വരെ ഫുൾ ചാർജ് ആവുള്ളൂ. അതായത് നിങ്ങൾ കാണുന്ന 0 തൊട്ട് 100% എന്ന് പറയുന്നത് ചിലപ്പോൾ 7000 mAh ആയിരിക്കില്ല, വെറും 6000 mAh വരെ ഫുൾ ചാർജ് ചെയ്യുള്ളൂ. കാരണം എന്താ, ഒരു ബഫർ, ഒരു സ്പേസ് സേഫ്റ്റിക്ക് വേണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനകത്ത് ഇടും. അതായത് നമ്മൾ എപ്പോഴും നോക്കുന്നത് mAh ആണ്, പക്ഷേ നമ്മൾ എനർജി അഥവാ വാട്ട് അവർ ആണ് ആക്ച്വലി നോക്കേണ്ടത്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ സപ്പോസ് ഇത് iPhone 17 Pro Max, ഇതിനകത്ത് എത്ര 4800 mAh എന്തോ ബാറ്ററിയേ ഉള്ളൂ. ഇനി ഇതാ ഈ കാണുന്നത് Realme 16 Pro Plus, ഇതിനകത്ത് 7000 mAh ഒരു ബാറ്ററി ഉണ്ട്. ഇതൊരു മിഡ് റേഞ്ച് ഫോണാണ്, ഇതൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ഈ രണ്ട് സ്മാർട്ട് ഫോൺസ് നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്മാർട്ട് ഫോൺ ആയിരിക്കും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത്? ഈ 7000 mAh സ്മാർട്ട് ഫോണാണോ? അല്ല, ഈ 4800 mAh ഈ സ്മാർട്ട് ഫോണാണ്. വൈ? ഇത് മനസ്സിലാക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ടേംസിൽ പറയുവാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 30 ലക്ഷം രൂപയാണ്. ആ 30 ലക്ഷം രൂപയ്ക്ക് 30 ലിറ്റർ ടാങ്ക് ഉള്ള ഒരു പെട്രോൾ കാർ നിങ്ങൾ വാങ്ങി. അതേ 30 ലക്ഷം രൂപയ്ക്ക് ഒരു 50 ലിറ്റർ ടാങ്ക് ഉള്ള ഒരു പിക്കപ്പ് ട്രക്ക് മേടിച്ചു. ഈ 30 ലിറ്റർ മാത്രം ഫ്യൂവൽ ടാങ്ക് ഉള്ള കാർ ആയിരിക്കുമോ അതോ ഈ 50 ലിറ്റർ ഫ്യൂവൽ ടാങ്ക് ഉള്ള ട്രക്ക് ആയിരിക്കുമോ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകാൻ പോകുന്നത്? ഇതേ സംഭവമാണ് സ്മാർട്ട് ഫോൺസിന്റെ കാര്യത്തിലും വരുമ്പോൾ. നിങ്ങൾ ബാറ്ററി കപ്പാസിറ്റി എത്ര വേണമെങ്കിലും കൂട്ടിക്കോ, നിങ്ങളുടെ അകത്തുള്ള കോമ്പോണൻസ് മര്യാദയ്ക്ക് ഒപ്റ്റിമൈസ് അല്ല, സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസ് അല്ല, ഇതിൻ്റെ ഹാർഡ്വെയർ ഒപ്റ്റിമൈസ് അല്ല എങ്കിൽ അത്രയും പവർ ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് പോവുകയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടില്ല. ഇത് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങളൊരു ബഡ്ജറ്റ് ഫോണൊക്കെ മേടിക്കുമ്പോൾ 7000 mAh ബാറ്ററി ഉണ്ടല്ലോ ഈ ഫോണിന് എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് ഒരു 5000 mAh ഉള്ള അതേ പ്രൈസ് ഉള്ള ഫോണിൻ്റെ അത്രയും പോലും ബാക്കപ്പ് കിട്ടാത്തതായി തോന്നുന്നത്. ഇനി ഈ സിലിക്കൺ കാർബൺ ബാറ്ററീസിൻ്റെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര കാലം ലാസ്റ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയുള്ള ഡേറ്റ അതിപ്പോൾ ഈ അടുത്ത് വന്ന ടെക്നോളജി ആയതുകൊണ്ട് സ്റ്റിൽ അണ്ടർ റിസർച്ച് ആണ്. ശരിയാണ്, സിലിക്കൺ കാർബൺ ബാറ്ററീസ് ഫസ്റ്റ് ഒരു കൊല്ലം അടിപൊളിയായിട്ട് ബാറ്ററി ബാക്കപ്പ് നിൽക്കും. പക്ഷേ ഗ്രാജുവലി സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഡീഗ്രഡേഷൻ കൂടും, തേർഡ് ഇയർ ആകുമ്പോൾ ഡീഗ്രഡേഷൻ കൂടും. അങ്ങനെ ഡീഗ്രഡേഷൻ വളരെയധികം കൂടുതൽ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, സിലിക്കൺ കാർബൺ ബാറ്ററീസ് എന്ന് പറയുന്ന ഒരു സ്കാം അല്ല, ഇറ്റ് ഈസ് എൻ എഞ്ചിനീയറിംഗ് മാർവൽ. ഒന്ന് ആലോചിച്ച് നോക്ക്, 5 കൊല്ലം മുന്നേ 5000 mAh ബാറ്ററി ഉള്ളൊരു ഫോണിൻ്റെ തിക്നെസ് എത്രയായിരുന്നു? അതേ 5000 mAh വെച്ച് ഇന്ന് ഒരു സ്മാർട്ട് ഫോൺ വളരെ അൾട്രാ സ്ലിം ആയിട്ട് ഇറക്കാൻ പറ്റുന്നതിൻ്റെ
മെയിൻ കാരണം ഈ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള സിലിക്കൺ കാർബൺ ടെക്നോളജിയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം എനിക്ക് 100 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ കിട്ടിക്കൊണ്ടിരുന്നു, അതേ 100 രൂപയ്ക്ക് ഇപ്പോൾ 1.5 ലിറ്റർ ഡീസൽ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പെട്രോളിൽ കിട്ടിയതിനേക്കാളും കൂടുതൽ ദൂരം എനിക്ക് ഈ ഒരു ഡീസലിൽ ഓടിക്കാൻ പറ്റും എന്ന് ചിന്തിക്കരുത്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഇനി ഇത് എത്രത്തോളം റിലയബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂണിറ്റ്സ് വിൽക്കുന്ന 2 പ്രധാന ബ്രാൻഡ്സ് ആണല്ലോ ആപ്പിളും സാംസങ്ങും. ഈ ആപ്പിളും സാംസങ്ങും ഇതുവരെയും സിലിക്കൺ കാർബൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈവൻ അത്രയും പോലും യൂണിറ്റ് വിൽക്കാത്ത ഗൂഗിൾ പിക്സൽ ഫോണുകൾ പോലും ഇത് അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ പ്രധാന റീസൺ വേറെ ഒന്നുമല്ല, ഇവർ ലാർജ് സ്കെയിലിലാണ് ഫോണുകൾ വിൽക്കുന്നതെന്നുള്ളതുകൊണ്ട് അത്രയും അധികം സിലിക്കൺ കാർബൺ ബാറ്ററീസ് ഈൽഡ് ചെയ്യാനുള്ളൊരു ടെക്നോളജി ആയിട്ടില്ല. ഇത് അങ്ങനെ ഈൽഡ് ചെയ്താൽ തന്നെ ഇവർ മില്യൺസ് ഓഫ് യൂണിറ്റ്സ് വിൽക്കുന്നുണ്ട്. ഏതെങ്കിലും 1-2 യൂണിറ്റിൽ എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ ആ ഫുള്ള് ബ്രാൻഡിൻ്റെയും ആ ഫുൾ സീരീസ് ഫോണുകളും റീകോൾ ചെയ്യേണ്ടി വരും. നോട്ട് 7 നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്. മറിച്ച് 5000 mAh ബാറ്ററി കൊണ്ട് നമുക്ക് 2 ദിവസത്തോളം ബാറ്ററി ബാക്കപ്പ് നിൽക്കാനായിട്ട് ഇപ്പോൾ പറ്റുന്നുണ്ട്. ഇനി ബാറ്ററി എന്ന് പറയുന്നത് അവിടെ നിന്നോട്ടെ, ദാറ്റ് ഇസ് എ സേഫ് ടെക്നോളജി, ഇറ്റ്സ് എ മെച്യൂർ ടെക്നോളജി, അത് അത്യാവശ്യം സ്റ്റേബിളുമായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കിയാൽ, ഡിസ്പ്ലേ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കിയാൽ, ക്യാമറ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കിയാൽ, മദർ ബോർഡ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കിയാൽ, ഇതിൻ്റെ പ്രോസസ്സർ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കി കഴിഞ്ഞാൽ ഇതേ ലിഥിയം അയോൺ ബാറ്ററി വെച്ച് തന്നെ എന്തുകൊണ്ട് ഇരട്ടി ബാറ്ററി ബാക്കപ്പ് തന്നുകൂടാ? ആൻഡ് അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഐഫോണുകളുടെ ബാറ്ററി ടെസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ബാറ്ററി കപ്പാസിറ്റി വളരെ കുറവേ കൂടുന്നുള്ളൂ, പക്ഷേ എത്ര നേരമാണ് കൂടുതൽ ബാറ്ററി നിൽക്കുന്നതെന്ന്. ആൻഡ് ഇതേപോലെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ കൊല്ലങ്ങളോളമാണ് ഇവർ സപ്പോർട്ട് പറയുന്നത്, കൊല്ലങ്ങളോളമാണ് ഇവർ ഫോൺ ഉപയോഗിക്കാനായിട്ട് നോക്കുന്നത്. ആൻഡ് ഇന്നും പഴയ ഐഫോണുകൾക്ക് വരെ അപ്ഡേറ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ലോങ്ങിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡിവൈസുകളിൽ ഒരു ടെക്നോളജി, ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു ടെക്നോളജി ഇമ്മീഡിയറ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. ദാറ്റ് ഡസൻറ്റ് മീൻ ഇവർ ഇതിൽ റിസർച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന്. ഇവരിപ്പോഴും റിസർച്ച് ചെയ്യുന്നുണ്ട്. ഈവൻ ആപ്പിൾ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ഇവരെല്ലാം സിലിക്കൺ കാർബൺ ബാറ്ററീസിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ എടുത്തു ചാടി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോഴത്തേക്കില്ല. ആൻഡ് ആ ഒരു ആവശ്യം വരെയില്ല. ആൻഡ് ആസ് എ കൺസ്യൂമർ നിങ്ങൾ ഇപ്പോഴും 5000 mAh ലിഥിയം അയോൺ ബാറ്ററീനേക്കാളും 7000 mAh സിലിക്കൺ കാർബൺ ബാറ്ററി ഇരട്ടി ലാസ്റ്റ് ചെയ്യും എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കരുത്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.